ഒരുപാട് പേർക്കുള്ള സംശയമാണ് വളം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതേപോലെ തന്നെ ഏതൊക്കെ തരം വളം എന്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. നിങ്ങൾ മാക്സിമം ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നേരെ കണ്ടന്റിലേക്ക് വരാം. വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, കടലപ്പിണ്ണാക്ക് ഇതൊക്കെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ പൂക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ NPK മിക്സർ, അതായത് NPK 19 നൈട്രജനും ഫോസ്ഫറസും കുറഞ്ഞ് പൊട്ടാഷ്യം കൂടിയ വളങ്ങൾ, അതാണ് പൂക്കൾ കിട്ടാനും പൂക്കൾ പൊഴിഞ്ഞ് പോകാതിരിക്കാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. NPK മിശ്രിതത്തിൽ തന്നെയുള്ള N കുറഞ്ഞ നൈട്രജൻ കുറഞ്ഞ വളങ്ങളാണ്. പിന്നെ നമ്മൾ വീഡിയോയിൽ ഇട്ടിരുന്ന വേറൊരു കാര്യമുണ്ട്, ഗ്രീൻ കെയർ എന്ന് പറയുന്ന വളം. അത് ഗ്രീൻ കെയർ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചു. ഇത് 13-27 എന്ന് പറയുന്ന വളമാണ്. കണ്ടില്ലേ, ഇതിനകത്ത് വാട്ടർ സോല്യൂബിൾ ആണ്. ഇത് പെട്ടെന്ന് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അതിനകത്ത് നിന്ന് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയിട്ട് പൂ പിടിക്കുന്ന എല്ലാ ചെടികൾക്കും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇലയിൽ ഇത് ഫോളിയർ സ്പ്രേ ആണ്. ഇലയിൽ നന്നായിട്ട് തളിച്ചു കൊടുക്കാൻ വേണ്ടി സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് പറയും. സ്പ്രേ ചെയ്ത് നല്ലപോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റിന് ഒരു ഉന്മേഷവും അതേപോലെ തന്നെ പ്ലാന്റ് പൂക്കാനായിട്ടുള്ള ഒരു പ്രവണതയെ കാണിക്കും. അതേപോലെ തന്നെ ഇത് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഇത് 30-10-10 എന്ന് പറയുന്ന വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ള ചെടികൾക്ക്, അതേപോലെ ഇൻഡോർ പ്ലാന്റുകൾ, ഓർക്കിഡ്, അതേപോലെ ആന്തൂറിയം, ഇതിനൊക്കെ വളർച്ച നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും പൂക്കുന്ന ചെടികൾക്ക് എപ്പോഴും ഇത് കൊടുക്കരുത്. ഇത് പൂക്കാനായിട്ടുള്ള ഒരു പ്രവണത കുറയും. തന്നെയുള്ളതാണ് എല്ലുപൊടി. എല്ലുപൊടി എന്ന് പറയുന്നതും നമ്മൾ വളർച്ചയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. ഇതാണ് എല്ലുപൊടി. നമ്മൾ ആ കോംബോ പാക്കിനകത്ത് ഒരുപാട് പേര് ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അന്നേരം അതിനകത്ത് എല്ലുപൊടി എന്തിനാണ് എന്ന് ചോദിച്ചു. എല്ലുപൊടി എന്ന് പറയുന്നത് അതിനകത്തെന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ കണ്ടന്റ്, അതായത് ഫോസ്ഫറസ് ഒക്കെ കൂടുതലുള്ള ഒന്നാണ് എല്ലുപൊടി. അത് ചെടികൾക്ക് നല്ലതാണ്. അത് ഇടുന്ന സമയത്ത് വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു വളമാണ് വേപ്പിൻ പിണ്ണാക്ക്. ഈ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും അത് 2:1 റേഷ്യോയിൽ, അതായത് എല്ലുപൊടി 2 പിടി, വേപ്പിൻ പിണ്ണാക്ക് 1 പിടി എന്നുള്ള കണക്കിൽ കുറച്ച് മണലുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമായിട്ട് അതിൽ നിന്ന് ഓരോ സ്പൂൺ വീതം എല്ലാ ചെടിക്കും ഇട്ട് മേൽമണ്ണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ് നന്നായിട്ട് ഈ വളം കിട്ടത്തുള്ളൂ. നൈട്രജനും ഫോസ്ഫറസും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ വേരിഗേറ്റഡ് ആയിട്ടുള്ള ചെടികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല. കാര്യം വേരിഗേഷൻ കുറയും. അതായത് നൈട്രജൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ, അതായത് നൈട്രജൻ വേപ്പിൻ പിണ്ണാക്ക് നൈട്രജൻ നന്നായിട്ടുണ്ട്. അന്നേരം വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് നൈട്രജൻ ഉണ്ട്. അന്നേരം വെള്ള കളർ, അതായത് വേരിഗേഷൻ ഉള്ള ചെടികളിൽ വെള്ള കളർ മാറി പച്ച കളർ കയറാനായിട്ടുള്ളൊരു സാധ്യത കൂടുതലാണ്. ഇത് യൂറിയയാണ്. യൂറിയ അറിയാമല്ലോ, താണ്ടെ കണ്ടില്ലേ, ഇത് ഗ്രാനുവലായിട്ടുള്ള യൂറിയാണ്. ഇതിൻ്റെ പൊടിയും വരാൻ സാധ്യതയുണ്ട്. അന്നേരം അതിന് നമ്മൾ യൂറിയ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും വളം കൊടുക്കും. വളം കൊടുക്കുന്ന മാസങ്ങളിൽ ഇത് എല്ലാ വളവും അതിനകത്തൊരു 10%-20% വളമേ നമ്മളെ പ്ലാന്റുകൾ അധികം എടുക്കത്തുള്ളൂ. അന്നേരം ഇതിനകത്തുനിന്ന് യൂറിയയിൽ നിന്ന് ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ലപോലെ കലക്കിയിട്ട്, 2 ഗ്രാം ശ്രദ്ധിച്ച് കേൾക്കുക, 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് മണ്ണിലും വീഴത്തക്ക രീതിയിൽ ലൈറ്റായിട്ട്, വിലയിലും മണ്ണിലും വീഴത്തക്ക രീതിയിൽ ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പച്ചപ്പ് കൂടുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ ഇഞ്ചക്ഷൻ പ്രോസസ്സാണ്, അതായത് വെള്ളത്തിൽ ഈ വേരിലോട്ട് ഇത് തള്ളിക്കയറ്റി കൊടുക്കുന്ന ഒരു പ്രോസസ്സ് കാണിക്കും. അന്നേരം ഒരു 10% കൂടുതലായിട്ട് വളം ചെടി അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായിരിക്കും. നമ്മളെ കോംബോ പാക്കിനകത്തുള്ളതാണ് ദാണ്ടെ ഫാക്ടം ഫോസ്. ഫാക്ടം ഫോസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഒരു 10 തരി ചെടിക്ക് ചെടിച്ചട്ടിയിൽ മൂട്ടിന് ദൂരെ കൂട്ടിയിട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഇതൊക്കെ ഇടുന്ന സമയത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. ചെറുതായിട്ട് കുതിർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അതിനകത്ത് മണ്ണിലോട്ട് ആക്ഷൻ വരും. എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് വെള്ളം കോരി ഒഴിക്കണ്ട, ലൈറ്റായിട്ടേ കൊടുക്കുക. ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് വെള്ളത്തിലൂടെ തന്നെ ഫുള്ള് ലയിച്ചങ്ങ് മണ്ണിലൂടെ ചെടിച്ചട്ടിയിൽ നിന്നൊക്കെ അങ്ങ് പുറത്തു പോകും. അതുകൊണ്ട് ലൈറ്റായിട്ടൊരു ചെറിയൊരു നനവ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം മേളിലൊരു 10 തരി ഇട്ട് കൊടുത്താൽ മതി. 10 തരിയേ ഇടാവും, ഓവറായിട്ട് ഇടരുത്. അതുപോലെ ചെടികൾ പൂക്കാനും റോസിനൊക്കെ ഏറ്റവും നല്ല ഒരു വളമായിട്ട് കൺസിഡർ ചെയ്യുന്ന സാധനമാണ് ഫാക്ടം ഫോസും. അതേപോലെ തന്നെ ഡൈ അമോണിയം ഫോസ്ഫേറ്റും ആണ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ്. ഡൈ അമോണിയം ഫോസ്ഫേറ്റിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, പൂക്കാൻ വേണ്ടി ഏറ്റവും നല്ല നഴ്സറിക്കാരുടെ ഒരു മിറാക്കിൾ എന്നറിയപ്പെടുന്ന സാധനമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റായിട്ട് പൂ പിടിക്കുന്ന എല്ലാ ചെടിക്കും കുറേശ്ശെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഒരു 10 തരി വീതം കൊടുക്കുക. അതൊരു 10 ദിവസം ഇടവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പൂവില്ലാത്ത ഒരവസ്ഥ ചെടിയിൽ നിന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് കൊടുക്കാം. അതിനകത്ത് നല്ല ക്വാളിറ്റിയുള്ള ഡൈ അമോണിയം ഉണ്ട്. അതാണ് ഇച്ചിരി വില കൂടുതലായിരിക്കും. മറ്റേ ലോക്കലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 30 രൂപ 25 രൂപ 50 രൂപയ്ക്കൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. എന്നാൽ കൂടിയ ഡൈ അമോണിയം ഫോസ്ഫേറ്റിന് ഏകദേശം ഒരു നല്ല റേറ്റ് ഉണ്ട്. പിന്നെ അവൈലബിലിറ്റിയും കുറവാണ്, കിട്ടാനായിട്ടുള്ളത്, അത് ലഭ്യമാവുന്നത് കുറവാണ്. ചില സമയങ്ങളിൽ നമ്മളതിൽ പോലും ഷോർട്ടേജ് വരാൻ സാധ്യത കൂടുതലാണ്. എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്, നമ്മളിട്ട വളം ഇച്ചിരി കൂടിപ്പോയി എന്ത് ചെയ്യും. ആർക്കും അധികം വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആദ്യത്തെ പ്രക്രിയ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്.
നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിന് വെള്ളം വാർന്ന് പോകത്തൊക്കെ ഒരു മീഡിയം ആണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ അതിനകത്ത് മാറ്റം വരും. എന്നിട്ടും പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇല പൊഴിച്ചിൽ പോലെ കാണുവാണെന്നുണ്ടെങ്കിൽ ആ ഇലകളെല്ലാം നമ്മൾ കൊഴിച്ച് കളയുക. അതായത് ഇലയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് മണ്ടയെല്ലാം പ്രൂൺ ചെയ്ത് അതിനെ ആ മണ്ണിൽ നിന്ന് തന്നെ മാറ്റി പുതിയ മണ്ണിൽ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ NPK മിക്സറൊക്കെ കൊടുക്കുന്നത് ഇച്ചിരി കൂടി എന്നുണ്ടെങ്കിൽ ചിലപ്പം ഇല വാട്ടം വന്ന് നിൽക്കുന്നത് കാണാം. അന്നേരം തന്നെ എത്രയും പെട്ടെന്ന് ആ മണ്ണിൽ നിന്ന് റിമൂവ് ചെയ്ത് വേറെ മണ്ണിൽ നിറയ്ക്കുന്നതായിരിക്കും നല്ലത്. അത് വളമില്ലാത്ത മണ്ണിലായിരിക്കണം വെക്കേണ്ടത്. വളമുള്ള മണ്ണിൽ വീണ്ടും വെക്കരുത്, അത് നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അന്നേരം നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്ന വീഡിയോ ആയിരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക്